ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇന്ന് നമുക്ക് കുറച്ച് നാടൻ കോവയ്ക്ക് കിട്ടിയിട്ടുണ്ട്. സോ അപ്പോൾ നമുക്ക് നമ്മുടെ സ്വന്തമായിട്ട് നമ്മുടെ പറമ്പിൽ ഉണ്ടായ കുറച്ച് കോവയ്ക്കയാണ്. സോ ഇത് നമ്മുടെ ഈ കുറച്ച് കോവയ്ക്ക കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് നമ്മുടെ ജാഫർ ഇടുക്കിയൊക്കെ പറഞ്ഞ നമ്മുടെ കോവയ്ക്ക് റെസിപ്പി പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഓർമ്മ വന്നു. സോ പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ ആ കോവയ്ക്കയും പിച്ചി നേരെ ഞാൻ അടുക്കളയിലോട്ടൊരു ഒറ്റ ഓടി. ആദ്യമേ നമുക്ക് ഈ കോവയ്ക്ക് നന്നായി കഴുകിയെടുക്കുക. ഇതിനകത്ത് പ്രത്യേകിച്ച് കീടനാശിനികളൊന്നും ഇല്ലല്ലോ, നമ്മൾ സ്വന്തം പറമ്പിൽ ഉണ്ടായതായതുകൊണ്ട് പ്രത്യേകിച്ചുള്ള ഇതൊന്നും ഇല്ല. അതുകൊണ്ട് നമുക്ക് കുറച്ച് നമ്മുടെ പച്ചവെള്ളത്തിൽ ഇട്ട് കഴുകിയാലും മതി. അതിനുശേഷം നമുക്ക് നന്നായി തന്നെ കഴുകിയിട്ട് നമുക്ക് ഇതിനെ 4ആയിട്ട് മുറിച്ച് നമുക്ക് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. നല്ലതുപോലെ കീറണം, നല്ല തിന്നായിട്ട് കീറിയെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ടേസ്റ്റിനോടെ കിട്ടൂ. ഇല്ലേ പിന്നെ കുറച്ച് വെന്ത് അല്ലെങ്കിൽ അങ്ങനെ ആയി കിട്ടത്തുള്ളൂ. അതിനുശേഷം നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് മുളക് പൊടി, അതിനുശേഷം കുറച്ച് ഒപ്പിട്ട് നന്നായിട്ടൊന്ന് പെരട്ടി ഒന്ന് പിടിക്കത്തക്ക രീതിയിൽ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യാനുള്ള ഒരു പരുവത്തിൽ നമുക്ക് ആക്കിയെടുക്കാം. ഇങ്ങനെ ഫ്രൈ ചെയ്ത് എടുത്തതിന് ശേഷം, ഇങ്ങനെ പുരട്ടി വെച്ചതിന് ശേഷം നമുക്ക് ഇതിനെ നേരെ വെയിലത്ത് നന്നായിട്ട് ഇരിക്കട്ടെ, നല്ല രീതിയിൽ അതിൻ്റെ വെള്ളം പിടിക്കട്ടെ, എങ്കിൽ മാത്രമേ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഇനി അതിനുശേഷം നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിനകത്തേക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. എണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് നന്നായിട്ടൊന്ന് അതിൻ്റെ ആ ഒരു സ്മെല്ല് വരുന്നൊക്കെ രീതിയിൽ അതിനെ ഒന്ന് സ്ക്വീസ് ചെയ്തെടുക്കാം. ഇനി അതിന് ശേഷം ഇതിനകത്തേക്ക് പയ്യെ നമ്മുടെ കോവയ്ക്ക ഓരോന്നായി ഇട്ട് കൊടുക്കാം, മെല്ലെ ഇട്ട് കൊടുക്കാം. കാരണം നന്നായി ചൂടായി വരുന്നുണ്ട്, നന്നായിട്ട് ഒന്ന് ഇട്ട് കൊടുക്കാം. ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി, കാരണം അല്ലെങ്കിൽ കരിഞ്ഞു പോവും. അപ്പോൾ നന്നായിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. നല്ല രീതിയിൽ എണ്ണയായിട്ടൊന്ന് മിക്സായി വരണം. കരിയാനും പാടില്ല, ലോ ഫ്ലെയിമിലായിരിക്കണം ഇരിക്കേണ്ടത്. നന്നായിട്ടൊന്ന് വരണ്ട് വരുന്നത് വരെ നമുക്ക് കാത്തിരിക്കാം. കുറേശ്ശെയായി നമുക്ക് വറുത്തെടുക്കാം. നന്നായി ഫ്രൈ ആയി വരുന്നുണ്ട്, നല്ല മണം വരുന്നുണ്ട്. നമുക്കൊന്ന് നോക്കാം. നല്ല ടേസ്റ്റുള്ള നല്ല കോവയ്ക്ക എല്ലാ കുഞ്ഞു മക്കൾക്കും ഇഷ്ടമാവും. നിങ്ങളുടെ വീട്ടിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഇതേപോലെ ഏതെങ്കിലും ആളുടെ വീഡിയോസ് കണ്ടിട്ട് ഇൻസ്പയർ ആയി നിങ്ങൾ ഇതേപോലെ എന്തെങ്കിലും വിഭവങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. അതുപോലെ എൻ്റെ ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതായത് നമ്മുടെ കോവയ്ക്ക റെഡിയായി വരുന്നുണ്ട്. നമുക്ക് അത് വെന്ത് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ നല്ലതാ കോവയ്ക്ക് നന്നായി മൊരിഞ്ഞു വന്നിട്ടുണ്ട്. സോ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം. വീണ്ടും ഒരു വീഡിയോ കാണുന്നതുവരെ ഗുഡ് ബൈ.